ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പ്രമ്യാസ് ഫുഡ് മേസ്റ്റ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹൽവ റെസിപ്പിയാണ്. നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് ചെറുപയർ പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായി ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അരമണിക്കൂർ കുതിർക്കാനായി മാറ്റി വെക്കണം. അതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിനെ മൂടി വെച്ച് അരമണിക്കൂർ കുതിർക്കാനായി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ചെറുപയർ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് സോക്കായിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ അബ്സോർബ് ചെയ്തു. ഇനി ഇത് വെള്ളമില്ലാതെ ഒന്ന് അരിച്ചെടുക്കണം. ഒരു അരിപ്പയിലിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത ചെറുപയർ പരിപ്പ് ഒന്ന് നിങ്ങൾക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ തുണി വെച്ച് ഉണക്കിയെടുക്കാം. ഞാനിപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് തുണി വെച്ചിട്ടാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോഴിത് ഏകദേശം ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നന്നായി ഉണങ്ങിയിട്ടില്ല എങ്കിൽ ഇത് പൊടിച്ചെടുക്കാൻ പറ്റുകയില്ല. ഇപ്പോഴെനിക്ക് ഇങ്ങനെയാണ് ഉണങ്ങി കിട്ടിയിട്ടുള്ളത്. ഇതിന് ഒന്ന് പൊടിച്ചെടുക്കാം. ഈ പൊസിഷനിലാണ് എനിക്ക് പൊടിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത്. ഇനി ഫ്രൈ പാനിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഒരു 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ പൊടിച്ച മിക്സ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ചെറുപയർ പരിപ്പിന് ഒരു സ്മെല്ലുണ്ടാകും. ആ സ്മെല്ല് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് നെയ്യിലിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. എന്നാൽ മാത്രമാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ. അതിൻ്റെ ആ സ്മെല്ല് മാറി കിട്ടുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. ഇത് എത്രത്തോളം മിക്സ് ചെയ്തെടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 പാക്കറ്റ് പാലാണ് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് തിളപ്പിച്ചെടുത്ത പാലാണിത്. ഇത് നമുക്ക് കുറച്ച് കുറച്ചായി ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി ചേർക്കാം. ഇത് ഇളക്കി തയ്യാറാക്കി എടുക്കുന്നതാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം. കുറച്ച് കുറച്ചായിട്ട് പാല് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചെറുപയർ പരിപ്പിൻ്റെ സ്മെല്ല് മാറി കിട്ടുന്നത് വരെ കുറച്ച് കുറച്ച് പാല് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കഴിയുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് മാറി കിട്ടുകയില്ല. അതുകൊണ്ട് അതിന് മുന്നേ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ ആ ടേസ്റ്റ് മാറി കിട്ടുന്നത് വരെ ഇളക്കി ചേർക്കാം. കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം.
നമുക്ക് സാധാരണ തയ്യാറാക്കുന്ന സമയത്ത് ഏകദേശം 1 കപ്പോളം ചെറുപയർ പരിപ്പ് മതി. ഇത് തയ്യാറാക്കിയെടുക്കാൻ അത്ര മാത്രമേ ആവശ്യമുള്ളൂ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു 4-5 പേർക്കുമൊക്കെ സുഖമായിട്ട് കഴിക്കാനുള്ള ഹൽവ 1 കപ്പ് ചെറുപയർ പരിപ്പ് കൊണ്ട് കിട്ടും. അതിന് 1 പാക്കറ്റ് പാലും മതി. പക്ഷെ ഞാനിത് കുറച്ച് കൂടുതലായിട്ട് തയ്യാറാക്കുന്നുണ്ട്. എനിക്കിതൊന്ന് ഷെയർ ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 2 കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് ആ സ്മെല്ലൊക്കെ മാറി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് പാത്രം കുറച്ച് വലുതാണെങ്കിൽ ഇത് നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടാവുകയില്ല മിക്സ് ചെയ്തെടുക്കാൻ. എൻ്റെ അളവ് കുറച്ച് കൂടുതലാണ്, പാത്രവും കുറച്ച് ചെറുതായി പോയി. നോൺ സ്റ്റിക്ക് ഇത്ര വലിയ പാത്രമേ ഉള്ളൂ. വേറെ അലുമിനിയം പാത്രത്തിലൊക്കെ വെച്ച് തയ്യാറാക്കുന്നതാണെങ്കിൽ ഇത് പെട്ടെന്ന് അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. നോൺ സ്റ്റിക്കിലാകുമ്പോൾ ആ ബുദ്ധിമുട്ടില്ല. പക്ഷേ കുറച്ച് വലുതാണെങ്കിൽ ഇളക്കിയെടുക്കാൻ അധികം ബുദ്ധിമുട്ട് വരികയില്ല. ഇനി 1 കപ്പ് കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടി നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിത് തയ്യാറാക്കാനായി ടോട്ടലായിട്ട് 2 പാക്കറ്റ് പാലും 2.5 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് നെയ്യുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് ഒരു നോർമൽ മധുരമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് മധുരം കൂടുതലായിട്ട് താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാരയും ടേസ്റ്റിന് വേണ്ടി നെയ്യും ചേർത്ത് കൊടുക്കാം. ഇത് നോർമൽ കൺസിസ്റ്റൻസിയിലാണ് ഇത് കിട്ടിയിട്ടുള്ളത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഹൽവയുടെ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നത് വരെ മിക്സ് ചെയ്തെടുക്കണം. ഒരു 2 പേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മാറി മാറി ഇളക്കി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഒറ്റയ്ക്കാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഇത് നല്ല ടേസ്റ്റിയും നല്ല ഹെൽത്തിയുമായിട്ടുള്ള ഒരു പലഹാരമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഞാനിത് ഷെയർ ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനിത് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. പൊതുവേ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ധാന്യത്തിനെ കൊണ്ട് ഹൽവ തയ്യാറാക്കുന്നത് റെയറായിട്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റാണ്. ഞാനിത് ഒരു ഫങ്ഷനിൽ വെച്ച് കഴിച്ചതാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ടേസ്റ്റ് വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാനിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നൊക്കെ അന്വേഷിച്ച് അങ്ങനെ ഒന്ന് പ്രിപ്പയർ ചെയ്തതാണ്. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹൽവ റെസിപ്പിയാണിത്. ഇത് നന്നായി ഉണക്കിയെടുക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ആ കറക്റ്റ് കൺസിസ്റ്റൻസി കിട്ടുന്നത്. മാക്സിമം എത്രത്തോളം ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും അത്രത്തോളം ഡ്രൈ ആക്കി എടുക്കാം. ഞാനിപ്പോൾ കുറച്ചായിട്ട് ഷോർട്ട് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ഷോർട്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചാനലിൽ കയറി ഷോർട്ടിൽ ഒന്ന് സെർച്ച് ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ്. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് ഷോർട്ട് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാണുന്നില്ലേ, ആദ്യം ചേർത്ത് കൊടുത്ത നെയ്യൊക്കെ നന്നായിട്ടൊന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ല ഒരു ഗ്ലൈസിങ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഹൽവക്ക്. ഇതിപ്പോൾ നന്നായി സെറ്റായിട്ട് വന്നിട്ടുണ്ട്.
ഏകദേശം 1 മാസത്തോളമായി ഞാൻ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഷോർട്ട് വീഡിയോ ആണ് ഇപ്പോൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പാത്രം ഒന്ന് നെയ്യ് ഒന്ന് ചേർത്ത് എല്ലാ സൈഡിലും ഒന്ന് തൂവിക്കൊടുക്കാം. ഇപ്പോൾ 2 പാത്രത്തിലും നന്നായിട്ട് നെയ്യ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ നട്ട്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ബദാം, കാഷ്നട്ട്, മുന്തിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ അടുത്ത് ഏതാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിലേക്കും കുറച്ച് ഡ്രൈ നട്ട്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തണിയുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ നന്നായിട്ട് തണിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റാണ്. ഇത് കഴിക്കാനും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഷോർട്ട് വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.